എന്തുകൊണ്ടാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് 60, 70, 80 ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അതൊക്കെ ജീവിതത്തിലെ മൈൽ സ്റ്റോൺസ് ആണ്. ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ട് അതിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ടെന്നാണ് പറയാം. 60 എന്ന് പറഞ്ഞ ഷഷ്ടി. 60-ാം വയസ്സിൽ നമ്മുടെ പ്രയോറിറ്റീസിന് മാറ്റം ഉണ്ടാവും. എനിക്കെന്ത് മെച്ചമുണ്ടാവുന്ന ചിന്തയിൽ മാറ്റം ഉണ്ടാവും. എന്താണ് മെച്ചപ്പെട്ടത്? വാട്ട് ട്രൂലി മാറ്റേഴ്സ് ടേക്സ് ഇറ്റ്സ് പ്ലേസ്. കൈയുടെയും ബഹളവും ഒന്നും നമ്മെ തൊടില്ല. നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് നോക്കും. 70 ഭീമരഥ ശാന്തി. പേര് പോലെ തന്നെ ശാന്തി മാർഗം തേടുന്ന പ്രായം. നമ്മുടെ ഭാഗം ശരിയാക്കാൻ നമ്മൾ തർക്കിക്കാൻ പോവില്ല. പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. വഴക്കിനേക്കാൾ വലുത് ബന്ധങ്ങളാണെന്ന് മനസ്സിലാവും. ബീയിങ് പീസ്ഫുൾ ഈസ് മോർ വാല്യുബിൾ ദാൻ ബീയിങ് റൈറ്റ്. 80 ശതാഭിഷേകം. 80 സീക്രട്ടാണ്. നിങ്ങളധികം സംസാരിക്കേണ്ട. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ബ്ലെസ്സിങ് ആവും, ഹീലിംഗ് ആവും. 90 നവതി. 90 വയസ്സിൽ ഈഗോ കംപ്ലീറ്റ് ആയിട്ട് റിട്ടയർ ചെയ്യും. നിങ്ങൾ ആരെയും കറക്റ്റ് ചെയ്യാൻ പോവില്ല. ഞാൻ പിടിച്ച മുയിന് 2 കൊമ്പെന്ന് നിങ്ങൾ വാദിക്കില്ല. തിങ്സ് ആർ നോട്ട് ടേക്കൺ പേഴ്സണലി. നിങ്ങൾ പെട്ടെന്ന് ഹേർട്ടാവില്ല. 100% ലൈഫ് മൂവ്സ് ബിയോണ്ട് പേഴ്സണൽ സ്റ്റോറീസ്. 100-ാം വയസ്സിൽ നിങ്ങളൊരു വ്യക്തിയല്ല, ഇൻഡിവിജ്വൽ അല്ല. യു ബിക്കം എ പ്രസൻസ്. നിങ്ങൾ കൊണ്ടു നടന്ന പല ആകുലതകളും ആവശ്യമില്ലായിരുന്നെന്ന് മനസ്സിലായി തുടങ്ങും. നിങ്ങൾ കൊടുത്ത സ്നേഹം മാത്രം നിലനിൽക്കും. ഓരോ ബർത്ത്ഡേയ്സിലും നമ്മളിൽ വളരേണ്ട ട്രാൻസ്ഫോർമേഷൻസാണിത്. ചിലർ പ്രായം എത്തും മുമ്പേ ഈ മാറ്റങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ചിലർ ഈ പ്രായം എത്തിയാലും ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോ ശിഷ്യന്മാരെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ് ഈശോ കൊടുക്കുകയാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ്സ് മാറ്റുന്ന ബെയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് ഈശോ പറയാം. നിങ്ങളുടെ സങ്കടം, ദാരിദ്ര്യം, വിശപ്പ്, പീഡനം ഇതെല്ലാം ബ്ലെസ്സിങ് ആണ്. അപ്പം നമ്മുടെ കാഴ്ച തന്നെ മാറിപ്പോവാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രായമെത്തും മുമ്പേ ഈശോ നമ്മളിലേക്ക് കൊണ്ടുവരാണ്.